ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് വിട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പലപ്പോഴും വളരെ ക്ഷീണം ഫീൽ ചെയ്യാറുണ്ടാവും. കുറച്ച് നേരം റിലാക്സ് ചെയ്യാനായിട്ട് ഇരുന്നാൽ പോലും അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാൻ ഇരിക്കേണ്ടതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു മടിയും ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുത്ത് എങ്ങനെ നമുക്ക് നമ്മുടെ പഠനം ഈ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ടിപ്സിലോട്ട് പോവാം. ക്ലാസ് വിട്ട് വന്ന വശം തന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായി നല്ല സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് നേരം നമ്മുടെ ബോഡി റിലാക്സ് ചെയ്യിക്കുക എന്നുള്ളതാണ് ക്ഷീണം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ നമ്മൾ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ യൂണിഫോം ഒന്നും മാറാതെ ജസ്റ്റ് ടി വി ഓണാക്കി അങ്ങനെ ടി വിയുടെ മുൻപിൽ ഒരു മണിക്കൂർ ഇരിക്കുന്നതിലും ഏറ്റവും നല്ലത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയ ശേഷം സ്നാക്സ് കഴിച്ച് ആ ഒരു ടൈം റിലാക്സ് ചെയ്യാൻ റെസ്റ്റ് ചെയ്യാനുള്ള ടൈം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ചില സമയത്ത് നമുക്ക് വല്ലാത്ത ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഉറങ്ങുന്നതും നല്ലതായിരിക്കും. മാക്സിമം 1 മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതിയിട്ടോ. ഒരു അലാറം വെച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുക. ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടി ഉറങ്ങണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത്രയും നേരം വിട്ടിട്ട് ഉറങ്ങരുത്. പിന്നെ അതൊരു ഹാബിറ്റാവും. അത്രയും ക്ഷീണമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഉറങ്ങുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ബോഡി റിലാക്സ് ആയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ പഠിക്കാനായിട്ട് ഇരുന്നാൽ മതി. പഠിക്കാനായിട്ടിരിക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചവും വെട്ടമൊക്കെ ഉള്ളൊരു റൂമിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുട്ട് പിടിച്ച് ആകെ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു റൂമിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇല്ലാത്ത ഉറക്കം കൂടി വരും, നമുക്ക് ഉറക്കക്ഷീണം കൂടും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെളിച്ചവും വെട്ടമൊക്കെ ഉള്ള നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത നല്ലൊരു റൂമിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള സ്പേസ് സെറ്റ് ചെയ്യാം. അപ്പോൾ കുട്ടികളുടെ പഠനം കുറച്ചും കൂടി ഈസി ആക്കാനും നന്നായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് നമുക്ക് ഗൈഡുകൾ ഉപയോഗിക്കാം. സ്റ്റേറ്റ് സിലബസിന് ഉപയോഗിക്കുന്ന ഗൈഡിനെ കുറിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ കാണിക്കുന്നത് CBSE സിലബസിലുള്ള കുട്ടികൾക്കുള്ള ഗൈഡാണ്. ദിശ പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഗൈഡ് വരുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളാണ്. ഇത് 8ാം ക്ലാസ്സുകാർക്ക് വരുന്ന 5 ബുക്കുകളാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ലോജിക്കൽ റീസണിങ്. പിന്നെ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള ഗൈഡുകൾ ഇതുപോലെ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ ചാപ്റ്റേഴ്സ് ചെറുതാക്കി സമ്മറി പോലെ കൊടുത്തിട്ടുണ്ട്. ആ പാഠങ്ങളുമായി ബന്ധപ്പെട്ട നമ്മളറിയാത്ത പുതിയ ഫാക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതോടൊപ്പം തന്നെ പഴയ ചോദ്യപേപ്പറുകൾ സോൾവ് ചെയ്തിട്ടുള്ളതും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 7 വർഷത്തോളം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇതിൽ സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബുക്കിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ സ്കൂൾ സിലബസിലേക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. മാത്രമല്ല സ്കോളർഷിപ്പ് എക്സാമുകളായ ഒളിമ്പ്യാഡ്സ് അതുപോലെയുള്ള മത്സരങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കും ഈ ഒരു ബുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ CBSE സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ബുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ദിശ പബ്ലിക്കേഷൻസിൻ്റെ ഈ ബുക്കുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ വല്ലാതെ കംഫർട്ടബിളായിട്ട് ഇരുന്ന് പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ബെഡും ഇരുന്നിട്ട് നല്ല കംഫർട്ടായിട്ട് ഇരുന്ന് പഠിക്കാമെന്ന്. പക്ഷേ ബെഡും ഇരുന്ന് പഠിക്കുമ്പോൾ ഇത്തിരി കഴിയുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഇരുന്ന് എവിടെയായാലും നമ്മൾ ഇരിക്കുന്നത് പ്രോപ്പറായിട്ട് ഇരുന്ന് വല്ലാതെ കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഇരുന്ന് പഠിക്കാനുള്ള ശ്രദ്ധയിലേക്കുള്ള രീതിയിൽ ഇരിക്കുക. അപ്പം നമ്മൾ സെറ്റീമയും ബെഡും ഒക്കെ കിടന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസിയാണ് സാധാരണ കണ്ടുവരാറുള്ളത്. നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. അതായത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ TV സീരിയൽ വെക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ ഫോൺ അവിടെ അടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് നമ്മുടെ അടുത്തുണ്ടാവുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒട്ടും തന്നെ ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ നമ്മുടെ ചേട്ടനോ അനിയത്തിയോ അവരും പഠിക്കാനായിട്ട് ചിലപ്പോൾ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പഠിക്കുന്നതിൻ്റെ ശബ്ദവും ബഹളം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ആ ഒരു ശ്രദ്ധ കുറയും. ചില കുട്ടികൾക്ക് വളരെ സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പഠിക്കാനേ പറ്റുള്ളൂ. ചിലർ ശബ്ദത്തിൻ്റെ ഉള്ളിലും ബഹളത്തിലൊക്കെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. എല്ലാവരും ആവണമെന്നില്ല. അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ശബ്ദവും ബഹളമൊന്നും ഇല്ലാത്ത ഒരു കോർണറിൽ പോയിട്ട് ഇരുന്ന് പഠിക്കുന്നതാവും അവർക്ക് പഠനം കുറച്ചും കൂടി വേഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുക. എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും ഒരേ സമയം പഠിക്കാനിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു ഐഡിയ. അതിന് നമ്മൾ വേണ്ടത് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സമയക്രമമൊക്കെ തീരുമാനിച്ച് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ ഒരു സമയം പരമാവധി കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെയിലി 2 മണിക്കൂർ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പഠിക്കും എന്നൊരു ഡിസിഷൻ എടുത്തിട്ട് ആ പഠിക്കുന്ന സമയം എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോൾ നമ്മൾ അവസാനിപ്പിക്കും എന്നും കൂടി തീരുമാനിക്കുക. നമ്മൾ പഠിച്ച് തീർക്കേണ്ട സമയം നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈകുന്നേരം 8:30 ആകുമ്പോഴേക്കും ഞാൻ പഠിച്ച് തീർക്കും എന്നൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾക്കറിയാം ഇത്ര സമയം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മുടെ പഠനം സ്റ്റാർട്ട് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഒരു റുട്ടീൻ പഠനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ക്ഷീണമല്ലാതെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് നടന്നൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ പഠിക്കാനുള്ളതിലേക്കുള്ള ശ്രദ്ധ കൂടും. നമ്മളൊരു അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്ത ശേഷം പഠിക്കുന്നതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ഇരുന്ന പൊസിഷനിൽ തന്നെ 1 മണിക്കൂറോളം ഇരുന്ന് പഠിക്കുമ്പോൾ അതും നമുക്ക് അശ്രദ്ധ വരുത്താനായിട്ട് കാരണമാവും. നമുക്ക് കുറേ ആകുമ്പോഴേക്കും മടി ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്ക് വേദന അങ്ങനെയുള്ള കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ വരും. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് നടന്ന് പിന്നെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് അങ്ങനെയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു മൈൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് വല്ലാതെ ആവുമ്പോൾ വരുന്ന ആ ബോറടി മാറ്റി നമുക്കൊരു ചേഞ്ച് ഫീൽ ചെയ്യുകയും ചെയ്യും. ഭക്ഷണ കാര്യത്തിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ക്ഷീണവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റുക. ആവശ്യത്തിന് നല്ലതായിട്ട് വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക. വൈകുന്നേരം ഓവറായിട്ട് കഴിച്ചിട്ട് കെടുക്കാതിരിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതോടൊപ്പം തന്നെ ചായയും കാപ്പിയും അമിതമായി കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതും കുറയ്ക്കുക. പഠന സമയത്ത് നമുക്ക് ക്ഷീണം മാറാൻ ചായ കുടിക്കുന്നൊരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഭാവിയിൽ നമുക്കതില്ലാതെ പഠിക്കാനായിട്ട് പറ്റില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഹോംവർക്ക് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ആദ്യം എടുത്ത് ചെയ്ത് തുടങ്ങുക. അത് ചെയ്ത് നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുന്നതാവും നല്ലത്. നമ്മൾ സാധാരണ എളുപ്പമുള്ളൊരു സബ്ജക്റ്റ് ആദ്യം എടുത്ത് പഠിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പോഴേക്കും കുറേ കഴിയുമ്പോഴേക്കും മടുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ ബുദ്ധിമുട്ടുള്ള വർക്കോ അല്ലെങ്കിൽ ഹോംവർക്കോ നിർബന്ധമായി ചെയ്ത് തീർക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് മടിയാവും ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ എന്ത് തന്നെയായാലും ചെയ്ത് തീർക്കേണ്ട ഹോംവർക്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയം അതിന് ശേഷം പഠിക്കുന്നതാവും നല്ലത്. ഓരോ കുട്ടികളുടെയും പഠന രീതി പലതരത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർ രാവിലെ ആയിരിക്കണം കുറച്ചധികം സമയം പഠിക്കേണ്ടത്. ചില കുട്ടികൾക്ക് വൈകിട്ട് പഠിക്കുന്നതാവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ വൈകിട്ടത്തെ സമയം നമ്മൾ ക്ലാസ് വിട്ട് വന്നു കഴിഞ്ഞാൽ ആ ടൈം മാക്സിമം ഉപയോഗപ്പെടുത്തിയാൽ കാലത്ത് ഒരുപാട് നേരത്തെ എഴുന്നേറ്റ് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സമയം അനുസരിച്ച് നിങ്ങളുടെ സമയം പഠിക്കുന്നത് മാനേജ് ചെയ്യുകയാണെങ്കിൽ ക്ലാസ് വിട്ട് വരുമ്പോൾ വല്ലാത്ത ഒരു ക്ഷീണത്തിൽ ഇരുന്ന് പഠിക്കുന്നൊരു ഫീല് ഉണ്ടായിരിക്കില്ല. ലാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വീക്ക് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളും പഠനവും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി വരുന്ന ഹോളിഡേയ്സ്, അതായത് സാറ്റർഡേ സൺഡേ ഒക്കെ അവധി വരുമ്പോൾ നമുക്ക് മാക്സിമം റെസ്റ്റ് എടുക്കാനും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരുപാട് ടൈം നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലാസ്സുള്ള ദിവസങ്ങളിൽ പറ്റാവുന്നതും നമ്മൾ ആ ഒരു എനർജിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് മടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അവധി ദിവസം കുറച്ചും കൂടി സമയം എക്സ്ട്രാ നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.